ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാന്റെ കാവ്യവൽക്കരണ രാഷ്ട്രീയത്തിനെതിരെ ശക്തമായ വിമർശനവുമായാണ് മന്ത്രിമാർ തുടർച്ചയായ രണ്ടാം ദിനത്തിലും രംഗത്തു വന്നത്. മന്ത്രിമാരുടെ വിമർശനങ്ങളിലേക്ക്. ഗവർണർ വിഷയത്തിൽ തുടർച്ചയായ രണ്ടാം ദിനത്തിലും ശക്തമായ വിമർശനമാണ് സംസ്ഥാന മന്ത്രിമാർ ഉയർത്തിയത്. കേന്ദ്രത്തിൽ നിന്നുള്ള തിരക്കഥ അനുസരിച്ചാണ് ഗവർണർ പ്രവർത്തിക്കുന്നതെന്ന് മന്ത്രി മുഹമ്മദ് റിയാസ് പറഞ്ഞു. വിദ്യാഭ്യാസ മേഖലയെ വർഗീയവൽക്കരിക്കാനാണ് ഗവർണർ ശ്രമിക്കുന്നത്. ഗവർണർക്കെതിരെ പ്രതികരിക്കാൻ പ്രതിപക്ഷം തയ്യാറാവുന്നില്ലെന്നും മന്ത്രി പറഞ്ഞു. കോൺഗ്രസിലെ UDF നേതാക്കന്മാർക്ക് എന്താണ് മൗനം? ഇന്ത്യ പലയിടങ്ങളിലും കത്തുന്നതിൻ്റെ കാരണം വിദ്യാഭ്യാസ മേഖലയിലെ കാവ്യവൽക്കരണമാണ്. ആ കാവ്യവൽക്കരണം കേരളത്തിലേക്കും കൊണ്ടുവരാൻ ഉന്നത വിദ്യാഭ്യാസ മേഖലയിൽ അനർഹരെ കുത്തിത്തിരുകി കയറ്റുമ്പോൾ അതിനെതിരെ ശബ്ദിക്കുക എന്നുള്ളത് UDF നേതാക്കന്മാരുടെ പ്രധാന ഉത്തരവാദിത്തമാണ്. അവരവരുടെ അണികളെ വഞ്ചിക്കുകയാണ്. ഗവർണർ സ്വന്തം പദവി മനസ്സിലാക്കാതെയാണ് പെരുമാറുന്നതെന്ന് നിയമമന്ത്രി P. രാജീവ് പറഞ്ഞു. കേരളത്തിന്റെ ക്രമസമാധാന നില മികച്ച രീതിയിലാണെന്ന് ഗവർണർ തിരിച്ചറിഞ്ഞതിൽ സന്തോഷമുണ്ടെന്നും മന്ത്രി കൂട്ടിച്ചേർത്തു. ഏത് അവസ്ഥയിലുള്ള ആൾക്കും സുരക്ഷിതമായി ഒരു പോറൽ പോലും ഏൽക്കാതെ കളിച്ചും ചിരിച്ചും മടക്കാൻ പറ്റുന്ന സ്ഥലമാണ് കേരളം. അത് ഗവർണർ ഇന്നലെ മിഠായി തെരുവിലൂടെ തെളിയിച്ചു. സർവകലാശാലകളെ കാവ്യവൽക്കരിക്കാനാണ് ഗവർണർ ശ്രമിക്കുന്നതെന്ന് ഉന്നത വിദ്യാഭ്യാസ മന്ത്രി R. ബിന്ദു പറഞ്ഞു. ഉന്നത വിദ്യാഭ്യാസ മേഖലയിൽ കാവ്യവൽക്കരണത്തിനുള്ള വ്യക്തമായ അജണ്ടയുമായിട്ടാണ് കേന്ദ്ര ഗവൺമെൻറ് മുന്നോട്ട് പോകുന്നത്. അതിനെ കുടപിടിക്കുന്ന രീതിയിലാണ് ഇപ്പോൾ സെനറ്റുകളിലേക്ക് സംഘപരിവാരങ്ങളുടെ പ്രതിനിധികളെ നോമിനേറ്റ് ചെയ്തുകൊണ്ട് ഗവർണർ സ്വീകരിച്ചത്. കേരളത്തെ കലാപഭൂമിയാക്കാനും ഇകഴ്ത്തിക്കെട്ടാനുമാണ് ഗവർണർ ശ്രമിക്കുന്നതെന്ന് മന്ത്രി K. രാജൻ വിമർശിച്ചു. കലാപമുണ്ടാക്കി കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെൻറ്റിനെ പിരിച്ചുവിടാനും തീരുമാനിച്ചാൽ ഒരു പേടിയും ഞങ്ങൾക്കില്ല. കാരണം ഞങ്ങൾ ഈ ജനക്കൂട്ടത്തിൻ്റെ നടുവിൽ സുരക്ഷിതരാണ്. ഗവർണർ നിലപാട് തിരുത്താത്ത പക്ഷം ശക്തമായ സമരവുമായി വിദ്യാർത്ഥികൾ മുൻപോട്ടു പോകുമെന്ന് മന്ത്രി അഹമ്മദ് ദേവർകോവിൽ പറഞ്ഞു. കോഴിക്കോടിന്റെ ആതിഥ്യമര്യാദ ഗവർണർ ഇന്നലെ തിരിച്ചറിഞ്ഞെന്നും മന്ത്രി പറഞ്ഞു. വിദ്യാർത്ഥികൾ അവരെ സംബന്ധിച്ചിടത്തോളം അവർ ഉയർത്തുന്ന മുദ്രാവാക്യങ്ങൾ ന്യായമാണെങ്കിൽ അതിനുവേണ്ടി എന്ത് വില കൊടുക്കാനും തയ്യാറായ ചരിത്രമാണ് നമ്മുടെ കേരളത്തിൻ്റെ. സ്വാഭാവികമായി അത്തരം പ്രക്ഷോഭങ്ങൾ ഇനിയും ഉയർന്നു വരാൻ തന്നെയാണ് സാധ്യത. ന്യൂസ് ഡെസ്ക്, കൈരളി ന്യൂസ്.